ഹലോ ഓൾ, നമ്മൾ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്നുള്ള ചാപ്റ്ററിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസസിൻ്റെ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു അതിൽ ലിക്വിഡ്സും വരും, പിന്നെ എന്തെന്നും വരും എന്ന് പറഞ്ഞു, ഗ്യാസസും വരും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഗ്യാസസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് കംപ്രസിബിൾ അല്ലേ. അതെന്ന് പറയുന്നത് ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡാണ്. ഓക്കെ, ഗ്യാസ് എന്ന് പറയുന്നത് ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറഞ്ഞാൽ ഗ്യാസസിൻ്റെ കേസസിലാണ്. ഓക്കെ, കാരണം നമ്മുടെ ഈ ഗ്യാസസിൽ ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ ഗ്യാസസിൻ്റെ ഡെൻസിറ്റിയിൽ ലാർജ് വേരിയേഷൻസ് ആണ് ഉണ്ടാകുന്നത്. സോ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതിലാണ്? ഗ്യാസസിൻ്റെ കേസസിലാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രഷർ, സ്പെസിഫിക് വോളിയം, ടെമ്പറേച്ചർ, ഓക്കെ, ഗ്യാസസിൻ്റെ ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് നമുക്കുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പി വി ഈക്വൽ ടു ആർ ടി. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പ്രഷറാണ്. എന്താണ്? അബ്സല്യൂട്ട് പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ പ്രഷർ പി പറയുന്നത്. ഇനി വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്പെസിഫിക് വോളിയം. എന്താണ്? സ്പെസിഫിക് വോളിയം. ആൻഡ് സ്പെസിഫിക് വോളിയത്തിൽ നമുക്കറിയാം 1/ഡെൻസിറ്റി ആയിരുന്നു. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? P/ρ = RT എന്നും നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. എന്താണ്? ഇറ്റ് ഈസ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. എന്താണ്? നമ്മളിതിലെല്ലാം അബ്സല്യൂട്ട് വാല്യൂ ആണ് കേട്ടോ എടുക്കുന്നത്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി കെൽവിൻ ആണ്. ഓക്കെ, ഇനി റോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് ആണ് എന്താണ് റോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എന്താണ്? പി വി = RT അല്ലെങ്കിൽ P/ρ = RT. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ആർ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതുകയാണ് ഞാനിവിടെ. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? P/ρ = RT എന്നായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ആർ എന്തെന്ന് എഴുതാം? R = P × T/ρ എന്ന് എഴുതി കൂടി അല്ലേ? T താഴെ വരും. P/ρ × T എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് MKS യൂണിറ്റിൽ ആണ് പറയുന്നത്. ഓക്കെ, MKS യൂണിറ്റിൽ ആറിൻ്റെ യൂണിറ്റ് എന്താണെന്ന്. അപ്പോൾ MKS യൂണിറ്റിൽ ആർ എന്ന് പറയുന്നത് = P എന്ന് പറയുന്നത് പ്രഷറാണ്. പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ എന്തല്ല പറയുന്നത്? ഇവിടെ അബ്സല്യൂട്ട് പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നായിരുന്നു നമ്മുടെ ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ എഴുതിയത് അല്ലേ. അതായത് നമ്മുടെ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സ് / ലെങ്തിൻ്റെ സ്ക്വയർ അല്ലേ. നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് MKS യൂണിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ KGF ആണ്. / ലെങ്തിൻ്റെ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ / റോ എന്ന് പറയുന്നത് എന്തായിരുന്നു? മാസ് ബൈ വോളിയം. മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിനാണ്, വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലാണ്. സോ മാസ് ബൈ വോളിയം ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി കെൽവിനിലാണ് നമ്മൾ പറയുന്നത്. സോ ആറിൻ്റെ യൂണിറ്റ് ഇൻ MKS യൂണിറ്റിൽ എന്ത് വരും? ഈ മീറ്റർ സ്ക്വയറും ഇവിടുത്തെ മീറ്റർ ക്യൂബും ക്യാൻസൽ ആവും. സോ KGF മീറ്റർ, ഇവിടുത്തെ ഈ മീറ്ററിൻ്റെയും മുകളിലേക്ക് കയറാം. സോ KGF മീറ്റർ / കിലോഗ്രാം ഡിഗ്രി കെൽവിൻ. ഇതാണ് MKS യൂണിറ്റിൽ ആറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാണാൻ പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് SI യൂണിറ്റ് ആണ്. ഓക്കെ, SI യൂണിറ്റിൽ ആറിൻ്റെ യൂണിറ്റ് എന്താണെന്ന്. അപ്പോൾ SI യൂണിറ്റ് വരുമ്പോഴത്തേക്ക് R = എന്താണ്? P എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരുന്നു. ഡെൻസിറ്റി എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് തന്നെയാണ്. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിനിലാണ്, ഡിഗ്രി കെൽവിനിലാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ന്യൂട്ടൺ മീറ്റർ / കിലോഗ്രാം കെൽവിൻ എന്ന് എഴുതാം.
ഇതിൽ നമ്മുടെ ന്യൂട്ടൺ മീറ്ററിനെ നമുക്ക് മാറ്റാം. അതായത് 1 ജൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്ററിന് ഈക്വൽ ആണ്. സോ ന്യൂട്ടൺ മീറ്ററിന് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ജൂൾ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ ഇസ് ഈക്വൽ ടു ജൂൾ ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഡിഗ്രി കെൽവിൻ എന്ന് വരും. ഡിഗ്രി കെൽവിൻ ഇല്ല, വെറും കെൽവിൻ. ഓക്കെ, കിലോഗ്രാം കെൽവിൻ എന്നാണ് വരുന്നത്. ഇവിടെ ഡിഗ്രി ഇല്ല കേട്ടോ. സോ കെൽവിൻ. സോ ആറിൻ്റെ യൂണിറ്റ് ഇൻ SI യൂണിറ്റ് എന്നാണ് ജൂൾ ഡിവൈഡ് ബൈ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, ഇനി ഫോർ എയർ നമ്മളടുത്ത് പറയുകയാണ്. ഫോർ എയറിൻ്റെ കേസിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 29.3 kgf മീറ്റർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഡിഗ്രി കെൽവിൻ. ഇത് ഏതിലാണ്? MKS യൂണിറ്റിൽ പറയുകയാണ്. ഓക്കെ, ഇൻ MKS യൂണിറ്റിൽ എയറിൻ്റെ കേസിൽ ആറിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 29.3 ആണ്. ആൻഡ് ഇൻ SI യൂണിറ്റിൽ വരുമ്പോഴോ? SI യൂണിറ്റിലാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R is equal to it is 287 ജൂൾ ഡിവൈഡഡ് ബൈ കിലോഗ്രാം കെൽവിൻ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത് വരുന്നത് എന്താണ്? ഐസോതെർമൽ പ്രോസസ്സ് എന്നാണ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ചേഞ്ചിങ് ഡെൻസിറ്റി ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ആ പ്രോസസ്സിനെയാണ് ഐസോതെർമൽ എന്ന് പറയുന്നത്. ഐസോതെർമൽ ആ പേരുണ്ട്, സെയിം ടെമ്പറേച്ചർ അല്ലേ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സോ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ഒരു എന്താണ് ഗ്യാസിൻ്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുവാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കും? ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് നമുക്ക് ഇവിടുത്തെ റിലേഷൻ നമുക്ക് വരുന്നത് P ഡിവൈഡഡ് ബൈ റോ എന്ന് പറഞ്ഞിട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഐസോതെർമൽ പ്രോസസ്സിൽ P ഡിവൈഡഡ് ബൈ റോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെ നമ്മൾ എഴുതിയത്? നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്താണ്? P ഡിവൈഡ് ബൈ റോ ഇസ് ഈക്വൽ ടു RT എന്നായിരുന്നു. R എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ സോ P ബൈ റോ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു T ആണ്. സോ T എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ T എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണെന്ന് പറയുന്നത്. സോ T എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. സോ P ബൈ റോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ്. അതാണ് ഇവിടെ എഴുതിയത്. എന്താണ്? P ഡിവൈഡ് ബൈ റോ എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ്. അതാണ് ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ പറയുന്നത്. ഇനി അഡയാബാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഒക്കേഴ്സ് വിത്ത് നോ ഹീറ്റ് ചേഞ്ച് ടു ആൻഡ് ഫ്രം ദ ഗ്യാസ്. അതായത് ആ ഗ്യാസിലേക്ക് ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഞാൻ എന്തെടുത്തിട്ടുണ്ട്? ഗ്യാസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും അകത്തേക്ക്, പുറത്തുനിന്ന് അകത്തേക്ക് ഹീറ്റ് ചേഞ്ച് ഉണ്ടോ? ഇല്ല. എന്നാൽ അകത്തുനിന്ന് പുറത്തോട്ടുണ്ടോ ഹീറ്റ് ചേഞ്ച്? അതുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലും ഇതിലെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇഫ് നോ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ഗ്യാസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി അതിൽ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്തില്ല? ഗ്യാസസിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്കൊരു റിലേഷൻ എഴുതാം. ഇറ്റ് ഈസ് P ഡിവൈഡഡ് ബൈ റോ റേസ് ടു K എന്ന് പറയുന്നത് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇതാണ് അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതായത് CP ഡിവൈഡഡ് ബൈ CV. ഓക്കെ, എന്താണ് CP എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ആൻഡ് CV എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സോ K എന്നയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ ആണ്. K is equal to CP ഡിവൈഡ് ബൈ CV. CP എല്ലാവരും എഴുതി വെച്ചേക്കണേ. എന്നാണ് ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇനി എയറിൻ്റെ കേസിൽ ഫോർ എയറിൻ്റെ കേസിൽ ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.4 ആണ്. ഓക്കെ, എയറിൻ്റെ കേസിലെ കെയുടെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 1.4. സോ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഈ ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി ചേഞ്ച് ആവും. സോ P ഡിവൈഡ് ബൈ റോ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായിരുന്നു ഇക്വേഷൻ. അഡയാബാറ്റിക് പ്രോസസ്സിലാണെങ്കിൽ ഹീറ്റ് ചേഞ്ച് ഒന്നും ഇല്ല, അകത്തേക്കോ പുറത്തേക്കോ ഹീറ്റ് ചേഞ്ച് ഇല്ല. അതുപോലെ ഫ്രിക്ഷൻ കാരണം അവിടെ ഹീറ്റ് ഒന്നും ജനറേറ്റ് ആവുന്നില്ല. പക്ഷേ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. അതിനാണ് അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിലെ ഇക്വേഷൻ P ഡിവൈഡ് ബൈ റോ റേസ് ടു K ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതിൽ K എന്ന് പറയുന്നത് എന്താണ്? ഒരു റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി എയറിൻ്റെ കേസിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.4. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്? ഞാൻ പറയുവാണ്.
ഞാൻ എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാസ് ഓഫ് എ ഗ്യാസ്. എന്താണ് മാസ് ഓഫ് എ ഗ്യാസ് ഇൻ കിലോഗ്രാം ആണെന്ന് വയ്ക്കുക. ഓക്കെ, എം എന്ന് പറയുന്നത് മാസ് ഓഫ് എ ഗ്യാസ് ഇൻ കിലോഗ്രാം ആണ്. ആൻഡ് ദിസ് വി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് എ ഗ്യാസ് ഓഫ് മാസ് എം ഉള്ള ഗ്യാസിൻ്റെ വോളിയം, സ്പെസിഫിക് വോളിയം തന്നെയാണ്. ഇനി നമ്മുടെ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബ്സല്യൂട്ട് പ്രഷർ. പി എന്ന് പറയുന്നത് എന്താണ് അബ്സല്യൂട്ട് പ്രഷറാണ്. ആൻഡ് ടി എന്ന് പറയുന്നത് എന്താണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. ഓക്കെ, ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിലേഷൻ ഉള്ളത് എന്താണ്, പി വി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ടി. എന്താണ് പി വി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ടി. നേരത്തെ നമ്മൾ പറഞ്ഞത് പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്നായിരുന്നു. ഇപ്പം എന്ത് ചെയ്തു, നമ്മൾ എം എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൂടെ അവിടെ കയറുന്നു. എം എന്ന് പറയുന്നത് എന്താണ് മാസ് ഓഫ് എ ഗ്യാസ് ഇൻ കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി നമ്മുടെ വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എ ഗ്യാസ് ഓഫ് മാസ് എം. വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എ ഗ്യാസ് ഓഫ് മാസ് എം. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് പി വി ഈസ് ഈക്വൽ ടു എം ആർ ടി. ഇതിൽ നമ്മുടെ ആർ എന്ന് പറഞ്ഞത് എന്തുമായിരുന്നു, ആർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ആർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. അതിൻ്റെ നമ്മൾ ഇക്വേഷൻ യൂണിറ്റ് കണ്ടുപിടി, ഡയമെൻഷൻ ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തു, അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്ക് യൂണിവേഴ്സലായി അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, it is applicable to all gases if it is expressed in mole basis. അപ്പോൾ ഇത് നമ്മൾ മോൾ ബേസിസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതെന്ന് പറയുന്നതാണ് എല്ലാ ഗ്യാസസിനും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, എപ്പോഴാണ് ആപ്ലിക്കബിൾ, ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ ബേസിസ്. എന്താണ് ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ ബേസിസ്. മോൾ ബേസിസിലാണ് നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂണിവേഴ്സൽ ഇക്വേഷൻ ആക്കാം. അതുപോലെ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഗ്യാസസ് ആണ്. ഇനി നമ്മുടെ ഇവിടെ ഇനിയുണ്ട് സ്മോൾ ലെറ്റർ എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻ എ വോളിയം ഓഫ് എ ഗ്യാസ്. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഓക്കെ, വി എന്ന് പറയുന്ന വോളിയം ഓഫ് ഗ്യാസ് ആണ്. ഇനി ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുക്കുവാണ്. ഓക്കെ, എന്താണ് ഇതിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. അതാണ് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത്. ഇനി സ്മോൾ ലെറ്റർ എം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, മാസ് ഓഫ് എ ഗ്യാസ് ഇൻ കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ട് ഒരു റിലേഷൻ എഴുതാം. ഇറ്റ് ഈസ് എന്താണ് എം ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എം. എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ഇൻ എ വോളിയം ഓഫ് ഗ്യാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എത്രയാണ്, നമ്മൾ 1 ആണ് എടുക്കുന്നത്. സോ എൻ ഇൻറ്റു എം ചെയ്താൽ നമുക്ക് എന്താണ് ടോട്ടൽ മാസ് ഓഫ് എ ഗ്യാസ് കിട്ടും. മാസ് ഓഫ് എ ഗ്യാസ് ഇൻ കിലോഗ്രാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ നമ്മുടെ ഇക്വേഷനിലോട്ട്, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, പി വി ഇസ് ഈക്വൽ ടു എം ആർ ടി ആയിരുന്നു. ഇനി ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് വാല്യൂ ഓഫ് എം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ എമ്മിൻ്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇറ്റ് ഈസ് പി വി ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എം ഇൻറ്റു ആർ ടി എന്ന് വരും. ഓക്കെ, ഇതിൽ ദ പ്രോഡക്റ്റ് എം ഇൻറ്റു ആർ, അതായത് ഇത്രയും ഈ പ്രോഡക്റ്റ് എം ഇൻറ്റു ആറിനെ വിളിച്ച പേരാണ് എന്തെന്ന് വിളിക്കും, എം ഇൻറ്റു ആർ. അതിനെ വിളിച്ച പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എം ഇൻറ്റു ആറിനെ വിളിച്ച പേരാണെന്നാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഈ എം ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ എന്ന് പറയുന്നത്, എം ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 848 kgf meter divided by kilogram mole degree Kelvin in NKS യൂണിറ്റ്. ഇതെങ്ങനെ വന്നു, നമ്മുടെ ആറിൻ്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് KGF ഡിവൈഡ് ബൈ കിലോഗ്രാം മോൾ, KGF മീറ്റർ. എന്താണ് KGF മീറ്റർ
ഡിവൈഡഡ് ബൈ കിലോഗ്രാം കെൽവിൻ എന്നുള്ളത് എന്താണ് നമ്മുടെ ആറിൻ്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത്. KgF മീറ്റർ ഡിവൈഡ് ബൈ കിലോഗ്രാം ഡിഗ്രി കെൽവിൻ എന്ന് പറയുന്നത് ആറിൻ്റെ യൂണിറ്റ് ആണ്. പിന്നെ നമ്മുടെ M എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാസ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഡിവൈഡ് ബൈ മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് MGS യൂണിറ്റിൽ നമുക്ക് M×R, അത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റെ വാല്യൂ KgF മീറ്റർ 848 KgF മീറ്റർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം മോൾ കെൽവിൻ എന്ന് കിട്ടും. ഇനി SI യൂണിറ്റിൽ M×R എന്ന് പറയുന്നത് SI യൂണിറ്റിൽ എത്രയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 8314 ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. ഓക്കെ, അതാണ് SI യൂണിറ്റിലെ വാല്യൂ എന്ന് പറയുന്നത്. SI യൂണിറ്റിലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8314 ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. ഓക്കെ, ഇനി 1 കിലോഗ്രാം മോൾ ഈസ് ഡിഫൈൻഡ് ആസ് 1 കിലോഗ്രാം മോൾ എന്താണ്? 1 കിലോഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 1 കിലോഗ്രാം ഓഫ് മാസ് ഓഫ് എ ഗ്യാസ് ഇൻറ്റു ഇറ്റ്സ് മോളിക്കുലാർ വെയ്റ്റ്, അതിൻ്റെ മോളിക്കുലാർ വെയ്റ്റ്. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക എന്താണ്? 1 കിലോഗ്രാം മോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 1 കിലോഗ്രാം മാസ് ഓഫ് എ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് എ മോളിക്കുലാർ വെയ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതാണ് M×R ആണ്. അതിൻ്റെ വാല്യൂ അടിക്കുക 848 KgF മീറ്റർ ഡിവൈഡ് ബൈ കിലോഗ്രാം മോൾ പെർ ഡിഗ്രി കെൽവിൻ. MKS യൂണിറ്റ്. ഇനി SI യൂണിറ്റ് വരുമ്പോഴത്തേക്ക് 8314 ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ എന്ന് പറയും. ഇനി 1 കിലോഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 1 കിലോഗ്രാം മാസ് ഓഫ് എ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് മോളിക്കുലാർ വെയ്റ്റ്. പിന്നെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? PV is equal to MRT. PV is equal to MRT ഇതായിരുന്നു ഇക്വേഷൻ. ആൻഡ് സ്മോൾ ലെറ്റർ M, അതായത് മാസ് ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M×N ആയിരുന്നു. N എന്നുള്ള നമ്പർ ഓഫ് മോൾസ് ആയിരുന്നു. M എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? മാസ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ ഇതിനെടുത്ത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? PV is equal to N×M×RT എന്ന് വരും. അതിൽ M×Rനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചത്. അതിൻ്റെ വാല്യൂസ് കൂടെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.